നിങ്ങളുടെ പഴയ ടി വിയെ എങ്ങനെ ഒരു ബ്രൗസിംഗ് കമ്പ്യൂട്ടറാക്കി മാറ്റാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് റാസ്ബെറി പൈ എന്ന് പറയുന്ന ചെറിയ കമ്പ്യൂട്ടർ ബോർഡാണ്. 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ഇത് കൂടാതെ നമുക്കിതിന് വേണ്ട സാധനങ്ങൾ ഒരു കീബോർഡാണ്. പഴയ കമ്പ്യൂട്ടറിൻ്റെ അത് മാർക്കറ്റിൽ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. ഇത് മൊബൈൽ ഫോൺ ചാർജറാണ്. ഇത് മൗസാണ്. നിങ്ങൾക്ക് 500 രൂപ താഴെ ഇത് വാങ്ങാൻ കിട്ടും. ഇതെൻ്റെ പഴയ ടി വിയാണ്. ഈ ടി വിയെ കമ്പ്യൂട്ടറാക്കി എങ്ങനെ മാറ്റാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. റാസ്ബെറി പൈ 3 കമ്പ്യൂട്ടർ ബോർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളം കയ്യിൽ ഒതുക്കാവുന്ന അത്രയും ഉള്ള ഒരു കമ്പ്യൂട്ടർ ബോർഡാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടി വിയെ ബ്രൗസിംഗ് കമ്പ്യൂട്ടറാക്കി മാറ്റാൻ പോകുന്നത്. ഇതിലുള്ള പാർട്സ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഈ കാണുന്ന 4 പോർട്ടുകൾ നമുക്ക് USB ഉപകരണങ്ങൾ കണക്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഒരു പോർട്ടിൽ മൗസ് കണക്ട് ചെയ്യാം, അടുത്ത പോർട്ടിൽ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാം, പിന്നെ അഡീഷണൽ പോർട്ടുകളിൽ പ്രിൻ്റർ അതുപോലെയുള്ള ഉപകരണങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കേബിൾ വഴിയാണെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള പോർട്ട് ആണ് ഈ കാണുന്നത്. RJ45 കേബിൾ കണക്ട് ചെയ്യാനുള്ള. ടി വിയിലേക്ക് HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഇത്. നമ്മുടെ ടി വിയുടെ കൂടെ വരുന്ന കേബിൾ നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ SD കാർഡിനകത്ത് ആണ് സേവ് ചെയ്തിട്ട് ഇവിടെ ഇടുന്നത്. SD കാർഡ് കാണിച്ചു തരാം. SD കാർഡിലാണ് ഇതിൻ്റെ ഫുൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. ലിനക്സ് ബേസ്ഡ് റാസ്ബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് SD കാർഡിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റാസ്ബെറി പൈ ബോർഡിന് പവർ കൊടുക്കുന്ന മൈക്രോ SD കണക്ടർ പോയിൻ്റാണിത്. നമുക്കവിടെ ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ ചാർജറിൻ്റെ എൻഡ് ഇതുപോലെ മൈക്രോ SD എൻഡ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇനിയുള്ളത് ഇതിൻ്റെ ഡിജിറ്റൽ IO പിന്നുകളാണ്. 40 പിന്നുകളുണ്ട്. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ധാരാളം സെൻസറുകളെ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ മോട്ടറുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സർവോ മോട്ടറുകളെ, ഡിജിറ്റൽ ക്യാമറകളെ, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ പിന്നുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ SPA ഇൻ്റർഫേസ്, I2C ഇൻ്റർഫേസ്, സീരിയൽ ഇൻ്റർഫേസ്, പാരലൽ ഇൻ്റർഫേസ്, അങ്ങനെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വേണ്ട എല്ലാത്തരം ഇൻ്റർഫേസുകളുമുണ്ട്. ഡാറ്റ അകത്തേക്ക് എടുക്കാനും ഡാറ്റ പുറത്തേക്ക് കൊടുക്കാനുമുള്ള പിന്നുകളാണ് ഇതെല്ലാം. ഇത് ഓഡിയോ നമുക്ക് വേണമെങ്കിൽ ഇയർഫോൺ വെക്കണമെങ്കിൽ നമുക്ക് ഇത് ഈ പോർട്ട് വെച്ച് ഇതിൽ ഇയർഫോൺ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കും. ആവശ്യമുള്ള ഓരോ പെരിഫറലുകളെ ഇതിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കീബോർഡ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പോകണം. കീബോർഡ് നമുക്ക് ഏതെങ്കിലും ഒരു USB ബോർഡ് 4 പോർട്ടുകളുണ്ട്. എവിടെയെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തു. അടുത്തായിട്ട് മൗസിൻ്റെ കേബിൾ നമുക്ക് അടുത്ത USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രിൻ്ററാണ്. ഈ പ്രിൻ്ററിൻ്റെ USB പോർട്ട് വേണമെങ്കിൽ നമുക്ക് താഴെ കണക്ട് ചെയ്യാം. ഓക്കെ,
ഇനി HDMI കേബിള്, ടി വിയിൽ നിന്ന് വരുന്ന HDMI കേബിള് ഇവിടെ കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മറ്റേ അറ്റം ടി വിയിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ HDMI കേബിള് ടി വിയുടെ HDMI പോർട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുന്നതായിട്ട് കാണാം. ഇതിൽ സാധാരണയായിട്ട് വീഡിയോ കേബിള്, HDMI യുടെ 2 പോർട്ടുകൾ, പിന്നെ USB പോർട്ട്, ഇങ്ങനെ ഈ പോർട്ടുകളെല്ലാം സാധാരണ എല്ലാ ടി വികളിലും കാണാം. ഞാനിപ്പോൾ HDMI കേബിൾ ഇതിൻ്റെ 2ാമത്തെ പോർട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റാസ്ബെറി പൈയുടെ കമ്പ്യൂട്ടർ ഓണാക്കി നോക്കാം. അതായത് ഇത് TV അഡാപ്റ്ററാണ്, ഇത് കൊടുത്തു നോക്കാം. TVയുടെ പവർ സപ്ലൈ ഓണായി, TV ഓണായി. ഇപ്പോൾ ഇനി റാസ്ബെറി പൈ കൊടുക്കാം. ഇത് പൈയുടെ പവർ സപ്ലൈ, അത് ഓണാക്കി. ഇപ്പോൾ ഈ ബോർഡ് ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ബൂട്ട് ചെയ്യുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കമ്പ്യൂട്ടറിലും കാണാം. ഈ ബോർഡ് ഓണായി, അതിനകത്തൊരു ഒരു ചുവപ്പ് ലൈറ്റും പച്ച ലൈറ്റും കാണാമല്ലോ. റാസ്ബെറി പൈ ഓണായി വരുമ്പോൾ, ബൂട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ബൂട്ടിംഗ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരും. ഡെസ്ക്ടോപ്പ് വന്നു കഴിഞ്ഞു. ഇത് ബ്ലൂടൂത്തിൻ്റെ സിമ്പലാണ്. ഇത് വൈഫൈ ഓൺ ആയതിൻ്റെയാണ്. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലൈഡർ വെച്ച്. പിന്നെ ഇത് അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് റീസൈക്കിൾ ബിന്നിൻ്റെ ഇക്വലൻ്റ് ആണ്. ലിനക്സിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ഡെസ്ക്ടോപ്പിൽ പല ഫോൾഡറുകളെല്ലാം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കുന്നതെല്ലാം കാണാം അവിടെ. ഇനി നമുക്ക് റാസ്ബെറി പൈ ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു മെനു കാണും. ഈ പ്രോഗ്രാമിംഗ് മെനുവിൽ ആദ്യമായിട്ട് കിട്ടുന്ന ജീനി പൈ പ്രോഗ്രാം എഡിറ്ററാണ്. ഇത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ, പ്രോഗ്രാമിംഗ് പഠിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഈ ജീനി പൈയിൽ നമുക്ക് എല്ലാത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളും എഡിറ്റ് ചെയ്യാനും റൺ ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു IDE ആണിത്. ഇതിനകത്ത് നമുക്ക് C, ജാവ, PHP, HTML, പൈത്തൺ, പേള്, പാസ്കൽ ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമുക്ക് എഡിറ്റ് ചെയ്ത് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നോഡ് റെഡ് എന്ന് പറയുന്നത് നമുക്ക് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹോം ഓട്ടോമേഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. നമ്മൾ ദൂരെ ആയിരിക്കുമ്പോൾ വീട്ടിൽ ലൈറ്റ് ഓൺ ആക്കുക, ഫ്രിഡ്ജ് ഓൺ ആക്കുക, സർവിലൻസ് നടത്തുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ജാവ, ഓറക്കിളുണ്ട്, പൈത്തൺ 2ഉം പൈത്തൺ 3ഉം ഉണ്ട്. നമുക്ക് IDEനകത്തുണ്ട്. പൈത്തൺ പ്രോഗ്രാമിംഗ് നമുക്കിത് ചെയ്യാം. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. ബിഗിനേഴ്സിനുള്ള നമുക്ക് അനിമേഷൻസ് ചെയ്യാം. ഈ പൂച്ചയുടെ പടം കണ്ടല്ലോ, അതിനെ പൂച്ചയെ ഓടിക്കുക, സോമർസോൾട്ട് ചെയ്യിക്കുക, അങ്ങനെ നമുക്ക് ചെറിയ മൂവിയെല്ലാം ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. സീക്വൻസ് പ്രോഗ്രാമിംഗ് ചെയ്ത്. ഇനി സെൻസ് ഹാറ്റ് എമുലേറ്റർ എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് 10-40 തരം വിവിധ ഇനം സെൻസറുകൾ, ആക്ച്വേറ്ററുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാം ഇതിനകത്ത് ചെയ്യാം. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സെൻസ് ഹാറ്റ് എന്ന് പറഞ്ഞ ആഡ് ഓൺ കാർഡുണ്ട്, 3000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തരം എൻവറോൺമെൻറ്റൽ പാരാമീറ്റേഴ്സും സെൻസ് ചെയ്ത് ലോഗ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും പറ്റും. ആസ്ട്രോപൈ മെഷീനിൽ ചെയ്തായിരുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഇതിനകത്ത് നമുക്ക് ഗൈറോസ്കോപ്പ് ഉണ്ട്, ആക്സിലറോമീറ്റർ ഉണ്ട്, മാഗ്നറ്റോമീറ്റർ, ടെമ്പറേച്ചർ, ബാർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയുള്ള എല്ലാത്തരം സെൻസിങ്ങുകളും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും.
പിന്നെ നമുക്കുള്ള സോണിക് പ്ലേ ആണ്. ഇത് മ്യൂസിക് കമ്പോസ് ചെയ്യും, അൽഗോരിതമാറ്റിക് കമ്പോസിഷൻ ഓഫ് മ്യൂസിക് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റാസ്ബെറി പൈയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്, നമുക്ക് വേറെ എങ്ങനെയും കിട്ടില്ല. ഇതെല്ലാം ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷനോ പൈസയോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഒരു പ്രയോജനം. ഇനി നമുക്ക് ലിനക്സ് ബേസ്ഡ് ന്യൂ ഔട്ട് ഓഫ് ബോക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ SD കാർഡിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ വിൻഡോയിൽ, നമ്മുടെ വേർഡല്ല ഓഫീസിലുള്ള, വിൻഡോയുടെ ഓഫീസിലുള്ള പോലത്തെ സിമിലർ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും ഇതിനകത്തുണ്ട്. നമുക്ക് നമുക്ക് റിപ്പോർട്ട്സും എല്ലാം ചെയ്യാനായിട്ടുള്ള ഡേറ്റാബേസുകൾ, നമുക്ക് എക്സൽ പോലുള്ള ലിബ്ര ഓഫീസ് കാൽക്കുണ്ട്, ഡ്രോ ചെയ്യാനുണ്ട്, ചാർട്ട്സ് എല്ലാം. ലിബ്ര ഓഫീസ് ഇംപ്രസ് ചെയ്യാൻ നമുക്ക് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, മാത്സ് ഫങ്ഷൻസ് എല്ലാം ചെയ്യാം. ഓഫീസ് റൈറ്റർ ഡോക്യുമെന്റ്സ് വെബ് പേജസിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് VLC മീഡിയ പ്ലെയർ ഉണ്ട്. ആക്സസറീസിന് നമുക്ക് വേണ്ട PDF വ്യൂവർ, SD കാർഡ്, കോപ്പിയർ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ, കാൽക്കുലേറ്റർ ഉണ്ട്, ഫയൽ മാനേജർ, അങ്ങനെയുള്ള എല്ലാ സംഭവമുണ്ട്. വിം എഡിറ്റർ ഉണ്ട്, VLC മീഡിയ പ്ലെയർ ഉണ്ട്, സിസ്റ്റം ഓറക്കിൾ ഉണ്ട്. നമുക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ റാസ്ബെറി പൈ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ അത് റാസ്ബെറി പൈ ഫൗണ്ടേഷൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുള്ള ഹെൽപ്പ് കിട്ടുന്നതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതായത് നമുക്ക് നമ്മുടെ ഈ ബോർഡ് വെച്ചിട്ട് എന്തെല്ലാമൊക്കെ ചെയ്യാൻ പറ്റും. ധാരാളം പ്രോജക്റ്റുകൾ BTech സ്റ്റുഡൻസിന്, ഇലക്ട്രോണിക്സ് ഹോബിയിസ്റ്റുകൾക്ക്, മൈക്രോ കൺട്രോളർ ഹോബിയിസ്റ്റുകൾക്കൊക്കെ ചെയ്യാനുള്ള ഒത്തിരി പ്രോഗ്രാംസും ഹെൽപ്പും ഇവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്ത് നോക്കാം. നമുക്ക് ബ്രൗസർ ഗൂഗിള് നമുക്ക് ബ്രൗസ് ചെയ്യാം. നമുക്ക് ജിമെയിലിൽ പോകാം. എൻ്റെ ജിമെയിൽ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോകാം. നമുക്ക് ഇങ്ങനെ ഏത് വീഡിയോ വേണമെങ്കിലും പ്ലേ ചെയ്യാം. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് മിക്കവാറും നെറ്റിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എൻ്റെ പുതിയ വീഡിയോകളെല്ലാം റിലീസ് ചെയ്യുന്ന ഉടനെ നിങ്ങളുടെ അടുത്തെത്തുന്നതായിരിക്കും. പ്രയോജനപ്രദമായിട്ടുള്ള ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും ഉടൻ എത്തുന്നതാണ്. താങ്ക് യു.